ഹായ് ചങ്കുകൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു മുടക്ക് ദിവസം നമ്മളൊന്ന് കറങ്ങാൻ പോയി. ദൂരം എന്നല്ല, എൻ്റെ കൊണ്ട് അടുത്തൊരു 6-8 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ പോയതാണ്. ഒന്ന് പൂമല ഡാം, പിന്നെ ചെപ്പാറ റോക്ക് ഗാർഡൻ. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൂമല ഡാമിലേക്കാണ് പോണത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടാക്കുക. അപ്പോൾ അത് വലിയ ഡാമൊന്നുമല്ല, ഒരു ചെറുത്, എന്നാലും കാണാൻ നല്ല രസമുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചയിലേക്ക് പോകാം. ഇതൊരു ചെക്ക് ഡാമാണ്. മറ്റേ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിർമ്മിച്ചതാണ്. 1968 മറ്റാണ് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നീട് ഇത് 2010 മറ്റേ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ച് പിന്നീട് കുറച്ച് മാറ്റമൊക്കെ വരുത്തി ഒരു ഇതുപോലെ അതൊക്കെ പിന്നീട് ഉണ്ടായതാട്ടാ. ഇപ്പോൾ ഈ അടുത്ത് പണിതാണ് തോന്നുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലത്തിൽ ആയിട്ടുണ്ട്. സംഭവം നമ്മുടെ അടുത്താണെങ്കിലും ആദ്യമൊക്കെ ഇടയ്ക്കായിട്ടൊക്കെ വന്നിരുന്നു. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോൾ കുറച്ച് ഇതുപോലെ തന്നെ ഇവിടെ കൈവിരി വെച്ച് നടപ്പാത കെട്ടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരമാണ് ഉള്ളു ഇവിടേക്ക്. അപ്പോൾ കണ്ടവൻ ആൾക്കാർ വല്ല ചില ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 സ്ഥലം കൂടി ഒന്നിച്ച് കണ്ടു പോകാം. ചെപ്പാറ റോക്ക് ഗാർഡൻ, പത്താഴക്കുണ്ട്, അതുപോലെ തന്നെ വട്ടായി, അവിടെ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വന്നാൽ എല്ലാവർക്കും കണ്ടു പോകാം. കാരണം ആൾക്കാർക്ക് വലിയ ഇഷ്ടത്തിന്, വെക്കേഷൻ സമയത്തൊക്കെ ഇഷ്ടത്തിന് ആളുണ്ടാവും. പിന്നെ ഇപ്പോൾ മഴ സമയമാകുന്നുണ്ട്, ആൾക്കാർ കുറച്ച് കുറവാണ്. പിന്നെ ബോട്ടിങ് സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പൂമല ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് ഇറങ്ങിയിട്ടാണ്. ഇതിലധികം നേരം ഇവിടെ ചുറ്റിക്കറങ്ങാൻ നിന്നില്ല. ഇതിൽ മഴ വരുന്നുണ്ട്. നമ്മൾ കോട്ടും കുടയൊക്കെ എടുക്കാൻ മറന്ന്, ഒരു തിക്കും തിരക്കിനും വേഗം ഓടിപ്പോന്ന് എടുക്കാൻ മറന്ന് നമുക്കിനി നേരെ ചപ്പാറയ്ക്ക് പോകാം. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ വന്ന ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു 3-4 സ്ഥലങ്ങൾ കണ്ടുപോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ബോട്ടിങ് സൗകര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള സ്ഥലങ്ങളാണ് പൂമല ഡാം, പത്താഴക്കുടി ഡാം, ചെപ്പാറ റോക്ക് ഗാർഡൻ, അതുപോലെ തന്നെ വട്ടായി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം മെനക്കെട്ടാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് ഡാമിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആയിട്ട് വന്നത്. ഇവിടെയാണ് കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആകെ നാശമായിട്ട് കിടക്കണമെങ്കിൽ മഴയൊക്കെ പെയ്ത് ആകെ ഇതായിട്ട് കിടക്കുക. എന്നാലും കുറച്ചൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നേരം പോക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ പറ്റുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ചെപ്പാറയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെപ്പാറ കാഴ്ചകൾ. ഒരു കിലോമീറ്ററോളം നീണ്ട് പരന്ന് കിടക്കുന്ന പാറയാണ്. ഇതിൻ്റെ ടോപ്പിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അകമല കാണാം, അത് തന്നെ മച്ചാട് മല കാണാം, കുറേ ഏരിയ കാണാം. നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ സിമെൻറ്റിൻ്റെ ബെഞ്ച്, എപ്പോഴും ഒന്നിലെ കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് വരണം നല്ലത്, വെയിലുള്ള സമയത്ത്. ഉച്ചയ്ക്ക് കയറിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, ഈ പാറൊക്കെ പഴുത്തിരിക്കണം ചൂടായിരിക്കും. അപ്പോൾ അധികം ആൾക്കാർ വൈകിട്ടാണ് വരും ഇവിടെ. ഇപ്പം മഴ സമയമാണ്, അത് കാരണം അധികം ആൾക്കാരില്ല. എന്നാൽ ആൾക്കാരുണ്ട്, നമ്മളകത്ത് വീഡിയോയിൽ കാണിക്കാത്തതാണ് ആൾക്കാരൊന്നും. അന്നല്ല ഇഷ്ടത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴത്ത് കണ്ടില്ല വണ്ടികളൊക്കെ. ഇവിടെ അങ്ങനെ കിഴപ്പോട്ട് പോകും വെച്ചാൽ ഇവിടെ പാറ വഴുക്കലൊക്കെ ഉണ്ട്. അതായത് ഞാൻ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത പ്രദേശത്തൊക്കെ പിള്ളേരൊക്കെ വന്നിട്ട്, കോളേജിലെ പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിരിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ നല്ല ക്ലിയറായി. ഇപ്പൊക്കെ എപ്പോഴെപ്പോഴും ആൾക്കാർ പറഞ്ഞ കാരണം കുഴപ്പമില്ല. ആദ്യം ആൾക്കാർ കുറവെന്നുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ വന്ന് ആകെ ഇപ്പോൾ ഇങ്ങനെ നല്ല പേരായി സ്ഥലത്തിന്. അപ്പോൾ അതാണ് ഇഷ്ടം ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോൾ കുറേ ഏരിയ. ഇപ്പോൾ നമ്മൾ മഴ കാരണം കൂടുതലൊന്നും എടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ മഴയാറുണ്ട്. ഞാനിപ്പോൾ മഴ കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നതാണ്, പാറയുടെ സൈഡിലേക്ക് നിന്നതാണ് ഞാനിപ്പോൾ. അങ്ങോട്ട് ഇറങ്ങിപ്പോവാം, കാല് തെറ്റിയാൽ പോവും. അതുപോലെ ഇവിടെ മുനിയറകളുണ്ട്. 6000 വർഷം പഴക്കമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ആയിരിക്കും,
മുനിയറകൾ ഇപ്പോൾ അങ്ങനെയുള്ള ഉണ്ടാവാം, നല്ല പഴക്കമുണ്ടാവും. ഇതുപോലത്തെ ഒരു 3-4 സ്ഥലമുണ്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, മുകളിൽ തന്നെ ഉണ്ട്. അവിടെയൊക്കെ ആയിട്ട് മുനിയറകളുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് ബൈക്കിനൊക്കെ വരാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ വലിയ വണ്ടികളൊന്നും വരില്ല, ബൈക്കിനൊക്കെ വേറെ വഴിക്ക് വന്ന് കയറാം ടോപ്പിലേക്ക്. താഴത്ത് നിങ്ങൾ നടന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മറ്റേ കൈവിരിയൊക്കെ വെച്ചിട്ടുണ്ട് പിടിച്ച് കയറാൻ. എന്നാലും ആൾക്കാരൊക്കെ ഇഷ്ടത്തിന് വരുന്നുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഒരു ചെറിയൊരു കുളം, അതവിടെ തടയണ കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയാണ് കേട്ടോ. എന്നുവെച്ചാൽ അവിടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒഴുകിപ്പോവും. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കെട്ടിയാണെന്നുണ്ട് തടയണ, വെള്ളം കെട്ടി വെറുതെ ഇങ്ങനെ കെട്ടി നിർത്തിയാണതാണ്. ആൾക്കാർ കാണുമ്പോൾ ഒരു കാഴ്ച, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ഇവിടെയും കൂടുതൽ നേരം നിന്ന് കറങ്ങണില്ല. കണ്ടോ എന്താ മഴ വരാൻ പോണത്. കുട എടുക്കാമെന്ന് ഭയങ്കര മോശമായി, മറന്നു കുട എടുത്തിങ്ങനെ. പക്ഷേ കുടയൊക്കെ ചിലപ്പോൾ നല്ല കാറ്റത്ത് പറന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ട, ഇങ്ങനെ പിടിച്ചിറങ്ങണം. അതിൽ വഴുക്കൾ വെച്ചാൽ ആൾക്കാർ നടന്ന് ഗ്രിപ്പുണ്ട് ഉള്ള, നന്നായിട്ട് വഴുക്കണ പാറന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ പൂമലയും ചെപ്പാറയും കാഴ്ചകളുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക്. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ മുകളിൽ, പക്ഷെ അവരൊന്നും എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ കാണിച്ചില്ല. ഇഷ്ടത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.